ഇന്ന് ഒരു കിഴി ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ എടുത്തത് ഒരു പിടി മല്ലിയില, അരപ്പിടി പുതിനയില, 2 വലിയ കഷ്ണം ഇഞ്ചി, 18 അല്ലി വെളുത്തുള്ളി, 1/2 കപ്പ് തൈര്. ഇത് നല്ലതുപോലെ അരച്ച് 1/2 കിലോ ചിക്കനിൻ്റെ കീമയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ച് എല്ലാം ചേർത്ത് അരമണിക്കൂർ നേരം മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പകുതി പുളിനാരങ്ങ നീര് കൂടി ഒഴിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട ശേഷമാണ് ചേർത്ത് വെക്കേണ്ടത്. ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഇനി 18 ചെറിയ ചുവന്നുള്ളി, 20 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇടണം. ഇതെല്ലാം നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 ഏലക്കായും 5 ഗ്രാമ്പുവും 2 കഷ്ണം പട്ടയും ഇട്ട് മൂപ്പിച്ച ശേഷം ചിക്കൻ കീമ മസാല ചേർത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ സ്വാദ്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഈ മസാല ചേർത്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഒരു വലിയ തക്കാളി മുറിച്ചതും 1 സവാള വറുത്ത് വെച്ചതും, അരപ്പിടി മല്ലിയില മുറിച്ച് വെച്ചതും എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കാം. കുറച്ച് പുതിന ഇല കൂടി ഇടണം. ഇതെല്ലാം നല്ലതുപോലെ വെന്തു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 3 ഏലക്കായും 2 കഷ്ണം പട്ടയും 1 ജാതിപത്രിയും 1 തക്കോലവും 3 ഗ്രാമ്പുവും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെള്ളത്തിൻ്റെ അളവ് കൃത്യമല്ല. 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടി എടുക്കണം. ഇനി വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി പകുതി വേവാകുമ്പോൾ കോരി മാറ്റണം. അരിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇനി ഒരു ഇല വാട്ടി ആ ഇലയിലേക്ക് കോരി മാറ്റിയ ചോറ് പരത്തി കൊടുക്കാം. അതിനു മുകളിലായി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ കീമ ഇട്ട് കൊടുക്കാം. അതിനു മുകളിലായി സവോള വറുത്തതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനു മുകളിൽ കുറച്ചുകൂടി ചോറ് പരത്തി കൊടുക്കണം. ഇത് കിഴി ബിരിയാണി ആയതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ഓരോരോ കിഴി എടുത്തു കൊടുക്കാം. എല്ലാ ചോറും ഇതുപോലെ വിളമ്പി കെട്ടിയ ശേഷം നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം കിട്ടുന്നതിന് മുമ്പ് കുറച്ച് മുകളിൽ പശുവിൻ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ല സ്വാദാണ്. ഇനി ഇതെല്ലാം കെട്ടി ഒരു പാത്രത്തിൽ ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി ആവി കയറ്റിയ ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്.
ഇങ്ങനെ നിങ്ങൾ കിഴി ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.